എം.കോം മാസ്റ്റർ ഓഫ് കൊമേഴ്സ് ഹയർ എഡ്യൂക്കേഷൻ സീരീസിലെ ഏറ്റവും ടോപ്പ് കോഴ്സാണ്. ഇഗ്നോയെ പറ്റി നമുക്കറിയാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നാക്കിന്റെ നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലിന്റെ A++ ഗ്രേഡ് നേടിയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. ഈ എം.കോം അതുപോലെ തന്നെ എം.കോമിൽ തന്നെ ഒരു ഫിനാൻസ് എന്നുള്ള ഒരു മേഖല, അക്കൗണ്ടിങ് എന്നുള്ള ഒരു മേഖല, മാനേജ്മെന്റ് എന്നുള്ള മേഖല, ഇങ്ങനെ വ്യത്യസ്ത മേഖലകളിലുള്ള എം.കോം ആണ് ഇപ്പോൾ ഇഗ്നോ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പുതിയ പാറ്റേണിലാണ്. മുമ്പ് ആനുവൽ പ്രോഗ്രാം ആയിരുന്ന ഈ എം.കോം ഇപ്പോൾ അത് സെമസ്റ്റർ പ്രോഗ്രാമിലേക്ക് മാറ്റിയിട്ടുണ്ട്. മുമ്പ് വെറും 6 പേപ്പർ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലെ 6 പേപ്പറുമായി മൊത്തം 62 ക്രെഡിറ്റ് 72 ക്രെഡിറ്റ് 72 ക്രെഡിറ്റ് 72 ക്രെഡിറ്റ് 144 ക്രെഡിറ്റ് പഠിക്കേണ്ടിയുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതിന്റെ പാറ്റേൺ തന്നെ മാറ്റിയിരിക്കുകയാണ്. 32 64 ക്രെഡിറ്റ് ആണ് ഓരോ സെമസ്റ്ററിലും വേണ്ടത്. ആ 64 ക്രെഡിറ്റ് വെച്ചിട്ട് വളരെ മനോഹരമായുള്ള ഒരു പാറ്റേണിലാണ് ഇപ്പോൾ എം.കോം ഇഗ്നോ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ എം.കോമിന്റെ എലിജിബിലിറ്റി എന്തൊക്കെയാണ്, അതിന്റെ ഡ്യൂറേഷൻ എന്തൊക്കെയാണ്, കോഴ്സ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, പ്രോഗ്രാം ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ഇവ നമ്മൾ ഇത്തിരി ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു. അതിന് നമുക്ക് കോമൺ പ്രോസ്പെക്ടസിലെ 148ാമത്തെ പേജിലേക്ക് നമ്മൾ ചെല്ലേണ്ടതുണ്ട്. ഇവിടെ ഈ പ്രോഗ്രാമിൽ ഒരു കൊമേഴ്സ് വിദ്യാഭ്യാസത്തിന് ആവശ്യമായിട്ടുള്ളത് എന്തൊക്കെയാണ്, ഏതൊക്കെ ലെവലിലാണ് ഉണ്ടാകേണ്ടത്, അതിന്റെ മാൻ പവർ ടു ഇൻഡസ്ട്രി, ട്രേഡ്, പബ്ലിക് സർവീസ് യൂണിയൻസ്, ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് എന്റർപ്രൈസസ്, പ്രത്യേകിച്ച് ഫിനാൻസ്, ഇന്റർനാഷണൽ ബിസിനസ്, മാർക്കറ്റിംഗ്, അക്കൗണ്ടിങ് എന്നൊക്കെ പറയുന്ന വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ ഇഗ്നോ നമുക്ക് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ വളരെ മനോഹരമായി നമുക്ക് 2 കൊല്ലത്തേക്ക് തരുന്നു. ഈ ഒരു ഇഗ്നോയുടെ പാറ്റേണിന്റെ എല്ലാം തന്നെ പ്രത്യേകത, നിങ്ങൾ 2 കൊല്ലത്തെ ഈ ഒരു എം.കോം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ബി.കോം കഴിഞ്ഞു 90% ജോലി കിട്ടിപ്പോകാനാണ് ആഗ്രഹിക്കുക. ജോലി കിട്ടിയാൽ പിന്നെ അതോടുകൂടി നമ്മളുടെ പഠനം തീർന്നു. അതാണ് പൊതുവെ കേരളത്തിന്റെ അവസ്ഥ. വിവാഹം കഴിച്ചു, അപ്പോഴും ഒരു 2-3 കൊല്ലം പഠനം നിന്നു. ഏതെങ്കിലും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ, വല്ല രോഗങ്ങൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കഷ്ടകാലത്തിന് ചിലപ്പോൾ നമ്മളുടെ പീരിയഡുകൾ അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ നമുക്ക് വേണമെങ്കിൽ ഞാൻ 1ാമത്തെ വർഷത്തോടു കൂടി പഠനം നിർത്തുന്നു, 2ാമത്തെ വർഷത്തിലേക്ക് ഞാൻ വരുന്നില്ല എന്ന് നമ്മൾ ഒന്ന് വിചാരിക്കുകയാണ് എങ്കിൽ നമ്മുടെ ട്രഡീഷണൽ യൂണിവേഴ്സിറ്റിയിലെ നമ്മുടെ നാട്ടിലുള്ള യൂണിവേഴ്സിറ്റികളിൽ അതോടുകൂടി നമ്മുടെ ചിന്തയോടുകൂടി തന്നെ നമ്മുടെ ആഗ്രഹം കെട്ടടങ്ങും. വേറെ ഒരു രക്ഷയില്ല. പക്ഷെ ഇഗ്നോ നമുക്ക് 1ാമത്തെ വർഷം പൂർത്തിയാക്കി 40 ക്രെഡിറ്റ് നമ്മൾ പൂർത്തിയാക്കിയാൽ, 2 സെമസ്റ്ററിലും ചേർന്ന് 40 ക്രെഡിറ്റ് പൂർത്തിയാക്കിയാൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ബിസിനസ് സ്റ്റഡീസ് എന്നുള്ളതാണ് തരുന്നത്. വേണമെങ്കിൽ ഇതിന്റെ വേറെ ഒരു പതിപ്പായ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ഇന്റർനാഷണൽ ബിസിനസ് ഓപ്പറേഷൻ എന്നുള്ള കോഴ്സ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അങ്ങനെയും നമുക്ക് ചെയ്യാം. അപ്പൊ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ബിസിനസ് സ്റ്റഡീസ് 1ാം വർഷം, 2ാം വർഷം വരുമ്പോൾ എം.കോം. അങ്ങനെയാണ് ഇഗ്നോ നമുക്ക് അതിന്റെ ലാറ്ററൽ എക്സിറ്റ് ഓപ്ഷൻസ് നമുക്ക് നൽകുന്നത്. ഇത് എലിജിബിലിറ്റി എനി ഗ്രാജുവേറ്റ് or equivalent from a recognized university is eligible for admission to this program. നിങ്ങൾ BA, BSc, BCom, BTS, BDS, MBBS, MBBS ഉള്ളവർ ഇതിലേക്ക് വരില്ല എന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. ഈ കാലഘട്ടത്തിൽ MBBS ഉള്ളവരും എം.കോമിലേക്കൊക്കെ വരുന്നുണ്ട്. ഒരു കൊമേഴ്സ്യൽ ആറ്റിറ്റ്യൂഡ് കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു നല്ലൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു കൊമേഴ്സ്യൽ ലെവലിലേക്ക് വരാമെന്നൊക്കെ പറഞ്ഞ് വരുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ആ മേഖലയിലുള്ള BAMS, BHMS, സിദ്ധ, യുനാനി, അത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ആയുഷ് മേഖലയിലുള്ളവരെല്ലാവരും തന്നെ ഇത്തരത്തിലുള്ള പ്രോഗ്രാമിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ BA മ്യൂസിക് ചെയ്ത കുട്ടിക്കും
BA ഭരതനാട്യം ചെയ്ത കുട്ടിക്കും ഹിന്ദുസ്ഥാനി മ്യൂസിക് ചെയ്ത കുട്ടിക്കും നമുക്ക് ഇവിടെ പോകാം. Any graduate or equivalent from a recognized university is eligible for admission to this program. First സെമസ്റ്ററിലെ organization theory and behavior, business environment, accounting for managerial decisions, managerial economics, അങ്ങനെ 22 ക്രെഡിറ്റ് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഫോർ മാനേജറിയൽ ആപ്ലിക്കേഷൻസ്, സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, ബിസിനസ് എത്തിക്സ്, അങ്ങനെയുള്ള 4 പേപ്പർ വെച്ച് സെക്കൻഡ് സെമസ്റ്റർ. അങ്ങനെ മൊത്തം നമുക്ക് 40 ക്രെഡിറ്റ് നമുക്കത് നേടാം. അതേപോലെ തേർഡ് സെമസ്റ്ററിൽ റിസർച്ച് മെത്തഡോളജി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, ഇന്ത്യസ് ഫോറിൻ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. ഫോർത്ത് സെമസ്റ്ററിൽ ഇന്റർനാഷണൽ ബിസിനസ് എൻവയോൺമെന്റ്, ഇന്റർനാഷണൽ ബിസിനസ് ഫിനാൻസ്, പ്രോജക്റ്റ്. മൊത്തം അങ്ങനെ 80 ക്രെഡിറ്റിൽ മനോഹരമായ ഈ MCOM നമുക്ക് പൂർത്തിയാക്കാം. പ്രിയപ്പെട്ടവരെ, മറ്റൊരു വലിയ ഒരു പ്രത്യേകതയും കൂടി ഞാൻ ഇതിനോടൊപ്പം പറയാം. MCOMന് ഇഗ്നോയിലെ അഡ്മിഷൻ എടുക്കുമ്പോൾ അതിന്റെ ബാഹുല്യം കൊണ്ട് ചിലപ്പോൾ 2-3 മാസം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് പുസ്തകം എത്തുന്നത് എങ്കിൽ പോലും സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ്, സീഡ് ട്രസ്റ്റ് കേരള പ്രത്യേകം തയ്യാറാക്കിയ മനോഹരമായ റെഫറൻസ് മെറ്റീരിയൽ നമുക്ക് ലഭ്യമാണ്, ഗൈഡുകൾ ലഭ്യമാണ്. സാധാരണ ഒരു 60% മാർക്ക്, 50% മാർക്ക്, 45% മാർക്കൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇഗ്നോയുടെ ബുക്കിൽ നിന്ന് സിംപിളി പാസ്സാകാം. അതിൽ കൂടുതൽ മാർക്ക് വാങ്ങുമ്പോൾ അവിടെ വല്ലാത്ത കുറച്ച് ഓപ്പറേഷൻ ടെക്നോളജി നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. കാച്ചിക്കുറുക്കിയ പൊന്നുകൾ നമുക്ക് ആവശ്യമുണ്ട്. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ മാക്സിമം ഏരിയ നമുക്ക് ഫീൽഡ് കൃത്യമായി അനാലിസിസ് നടത്തി നല്ല നല്ല പോയിന്റുകൾ കിട്ടുന്ന ഒരു കാച്ചിക്കുറുക്കാൻ പറ്റിയ നല്ല റെഫറൻസ് മെറ്റീരിയൽ നമുക്ക് വേണം. അപ്പൊ അവിടെ ബ്രിഫിറ്റി, അക്യുറസി, ട്രാൻസ്പെറൻസി, ഇങ്ങനെയെല്ലാമുള്ള സ്റ്റഡി മെറ്റീരിയൽ നമുക്ക് എടുത്തിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള കോഴ്സുകൾ ചെയ്യാൻ MNOTSലൂടെ അഡ്മിഷനും താങ്കൾക്ക് ഹെൽപ്പ് ഡെസ്ക്, ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് അഡ്മിഷനും സൗകര്യം ചെയ്തു തരുന്നു. ഒപ്പം തന്നെ നല്ല മനോഹരമായ ക്ലാസുകൾ താങ്കൾക്ക് നൽകുന്നു. ഒപ്പം നല്ല റെഫറൻസ് മെറ്റീരിയൽ താങ്കൾക്ക് ലഭ്യമാക്കുന്നു. അതുപോലെ തന്നെ അക്കാഡമിക് കൗൺസിലറിനെ താങ്കൾക്ക് ഒരു മെന്ററായി ആവശ്യമുണ്ടെങ്കിൽ MCOM, അതിൽ PhD, മാനേജറിയൽ മേഖലയിലെ PhD എടുത്തിട്ടുള്ള നെറ്റുള്ള അക്കാഡമിക് കൗൺസിലേഴ്സിന്റെ സേവനം താങ്കൾക്ക് ലഭ്യമാണ്. അപ്പൊ ഇഗ്നോ കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും നൽകുന്നു. ഈ ഇൻഫർമേഷൻ എല്ലാം റീജിയണൽ സെന്ററിൽ നിന്ന് താങ്കൾക്ക് കൃത്യമായ തോതിൽ ലഭ്യമാണ്. സ്റ്റഡി സെന്ററിൽ നിന്ന് ഈ കാലഘട്ടത്തിൽ അങ്ങനെ ലഭിക്കുന്നില്ല. പിന്നെ നിങ്ങൾക്ക് പറ്റാൻ സാധ്യതയുള്ള ചില അബദ്ധങ്ങളും കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ പറയാം. ഇങ്ങനെ വിശാലമായി പറയാൻ ആ മേഖലയിൽ കുറച്ച് പ്രാഗൽഭ്യമുള്ള ആളുകളിൽ നിന്നായിരിക്കണം നിങ്ങൾ ഇത്തരത്തിലുള്ള അഡ്വാൻസ്ഡ് പ്രോഗ്രാമുകൾ ചെയ്യേണ്ടത്. അതിന് MNOTSലെ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിൽ ചില വാട്സപ്പ് മെസ്സേജുകൾ അയച്ചാൽ നിങ്ങൾക്ക് ഇതിന്റെ എല്ലാം ടൂള് താങ്കളുടെ അടുത്തേക്ക് വരികയാണ്. ഒരു കോമൺ സർവീസ് സെന്ററുകാരനോ ഒരു ഇന്റർനെറ്റ് കഫേക്കാരനോ ചിലപ്പോൾ താങ്കൾ തന്നെയോ മുമ്പേ പറക്കുന്ന പക്ഷി അല്ല. അതുകൊണ്ട് തന്നെ താങ്കളെ ഞാൻ നിർബന്ധപൂർവം പറയുകയാണ്, ഇത്തിരി മുമ്പേ പറക്കാൻ ശീലിക്കുക. കരിയർ ഗൈഡൻസ് എന്ന് പറയുന്നത് അത് വലിയ ഒരു മേഖലയാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ചില സംഗതികളല്ല. അതിൽ MSc, MA, സൈക്കോളജി മേഖലയില്, കൗൺസിലിംഗ് മേഖലയില് MSc ഒക്കെ എടുത്തിട്ടുള്ള വിദഗ്ധരുടെ സേവനമുള്ള ഒരു മേഖലയാണ് കരിയർ ഗൈഡൻസ്. അത് ഒരു കോമൺ സർവീസുകാരന് ചിലപ്പോൾ തരാൻ കഴിഞ്ഞു എന്നിരിക്കില്ല. അതുപോലെ തന്നെ ഈ ഒരു കോഴ്സ്, ഇത്തരത്തിലുള്ള കോഴ്സുകൾ ചെയ്യുമ്പോൾ പണം നഷ്ടപ്പെടുത്താതെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സസ് ഫ്രീ ആയി താങ്കൾക്ക് കിട്ടുന്നു. അതും MNOTS താങ്കൾക്ക് നൽകുന്ന വാഗ്ദാനമാണ്. സപ്പോസ് ഒരു MCOM കോഴ്സ് കഴിഞ്ഞ് താങ്കൾ ഉയരങ്ങളിലേക്ക് പോകാൻ അടുത്ത താങ്കളുടെ സ്റ്റെപ്പ് MCOM ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നെറ്റിലേക്കുള്ള പരിവർത്തനമാണ്. നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റിലേക്കുള്ള ഒരു തയ്യാറെടുപ്പാണ്. ആ നെറ്റിലേക്ക് താങ്കളെ സഹായിക്കാവുന്ന മനോഹരമായ ചില കോഴ്സുകളാണ് ഈ മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സസ്. അതിന്റെ പാർട്ട്ണർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള UGCയും IITകളും
ഇഗ്നോയും NCERTയും NIOSഉം എല്ലാം തന്നെ താങ്കൾക്ക് 1 രൂപ പോലും മുടക്കമില്ലാതെ കോസ്റ്റ് എഫക്റ്റീവ് കോഴ്സുകൾ താങ്കൾക്ക് നൽകുന്നു. അങ്ങനെ പല രൂപത്തിൽ താങ്കൾ മനോഹരമായ ക്ലാസ്സുകളിലേക്ക് പോകണം. അപ്പോൾ ഒരു ഇഗ്നോ വിദ്യാർത്ഥി എന്ന നിലയിൽ താങ്കൾ വായിക്കേണ്ട ഇതാണ്, എൻ്റെ പതിവ് പഠന പ്രവർത്തനങ്ങൾ എന്താണ് എന്നുള്ള റെഗുലർ ആയിട്ടുള്ള വെബിനാർ താങ്കൾക്ക് ലഭിക്കാൻ, മൈ റെഗുലർ ലേണിംഗ് ടാസ്ക് ആസ് എ ഇഗ്നോ ലേണർ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ താങ്കൾ നിരന്തരം MNOTSലെ അക്കാഡമിക് കൗൺസിലറുമായിട്ട് ബന്ധപ്പെടണം. അവരുടെ നല്ല ചങ്ങാത്തം, അവരുടെ മെന്റർഷിപ്പ്, ഇതെല്ലാം താങ്കൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. അങ്ങനെ ലോകോത്തര നിലവാരമുള്ള പല സ്റ്റുഡന്റ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസിൽ താങ്കൾക്ക് പങ്കെടുക്കാൻ ഹൃദയപൂർവ്വം താങ്കളെ ക്ഷണിക്കുകയാണ്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണ് താങ്കൾ എന്ന് താങ്കൾക്ക് തീരുമാനിക്കാം, താങ്കൾക്ക് മനസ്സിലാക്കാം. ആ മനസ്സിലാകുന്നതിന് അപ്രൂവൽ കൊടുക്കാൻ, അതിന്റെ അംഗീകാരം കൊടുക്കാൻ മുമ്പേ പറക്കുന്ന ഒരു പക്ഷിയായി താങ്കൾ പ്രവർത്തിക്കാൻ MNOTSലെ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കുക. താങ്കൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടുന്ന് ലഭിക്കുന്നതായിരിക്കും എന്നുള്ള സന്തോഷ വർത്തമാനം അറിയിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിട വാങ്ങുന്നു. പ്രിയപ്പെട്ടവരെ, MCOM ഈ അഭിനവ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല ഒരു കോഴ്സാണ്. ആ കോഴ്സിലേക്ക് താങ്കൾക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാം. അഡ്മിഷൻ മുതൽ ഈ കോഴ്സിന്റെ പൂർത്തീകരണം വരെ താങ്കളെ സഹായിക്കാൻ MNOTSലെ റഫറൻസ് മെറ്റീരിയലും താങ്കളെ സഹായിക്കും എന്നുള്ള സന്തോഷ വർത്തമാനം അറിയിച്ചുകൊണ്ട് ഒരു റിക്വസ്റ്റ് നടത്തുകയാണ്. MNOTS സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, വീഡിയോയെ പറ്റിയുള്ള താങ്കളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.